ശ്രീകുമാരി ടീച്ചറിൻ്റെ മറ്റൊരു കഥ. ഈ നന്മ ആരറിയാൻ. മറവി ഒരനുഗ്രഹമാണെന്ന് എല്ലാവരും പറയും. പക്ഷേ പ്രായം കൂടുന്തോറും അനുഗ്രഹമായി നമ്മൾ കരുതിയ, അതായത് മറന്നു എന്ന് നാം കരുതി മനഃപൂർവ്വം മാറ്റി നിർത്തിയവ ഓരോന്നായി കൺമുന്നിൽ നൃത്തമാടാൻ തുടങ്ങും. പൂർവാധിക ശോഭയോടെ ഓരോന്നോരോന്നായി തെളിഞ്ഞു വരും. ഒറ്റ ശാഖ മാത്രമായി പൂത്തു നിൽക്കുന്ന മാവിലിരുന്ന് കാക്കച്ചി മാവിനോട് പറഞ്ഞു, മാവച്ചൻ ക്ഷമിക്കണം, വളരെ ദൂരത്താണ് ഞാൻ ഇപ്പോഴെങ്കിലും. മാവച്ചൻ്റെ കൊമ്പിൽ കൂടുകൂട്ടി കഴിഞ്ഞിരുന്ന ആ സുവർണകാലം ഇനി ഒരിക്കലും വരില്ല അല്ലേ? എന്തൊരു സുരക്ഷിതത്വമാണ് മാവച്ചൻ തന്നിരുന്നത്. കോരിച്ചൊരിയുന്ന മഴയിലും കൂട്ടിൽ വെള്ളം വീഴാത്തത്ര ഇലകൾ. ഇന്നാണെങ്കിൽ മഴ വന്നാൽ കൂടാകെ നനഞ്ഞ് താഴെ വീണു പോകാനും മതി. എത്ര മാമ്പഴങ്ങൾ മനുഷ്യരും ജന്തുക്കളും യഥേഷ്ടം എടുക്കാനും മാത്രം കുലകുലയായി തൂങ്ങിക്കിടന്നിരുന്നു. എല്ലാവരെയും ഊട്ടി തൃപ്തനായ കാർന്നവരെ പോലെ മാവച്ചൻ അന്ന് നിന്നിരുന്നില്ലേ? ഒന്ന് കാണാമെന്ന് കരുതിയാണ് ഞാൻ ഇത്ര ദൂരം പറന്നു വന്നത്. അത് നന്നായി കാക്കച്ചി, നിനക്കെങ്കിലും സ്മരണ ഉണ്ടായില്ലോ. നീ പറഞ്ഞത് നേരാണ്. എന്തെല്ലാം കാഴ്ചകൾ കൺമുന്നിലൂടെ മിന്നി മറിഞ്ഞു പോയി. ഈ വരണ്ട പുഴയും വെളിമ്പ്രദേശത്തെ കാടും യന്ത്രക്കൈകളാൽ ഇടിയുന്ന കുന്നുകളും അവയെ ആശ്രയിച്ചു കഴിഞ്ഞ ജീവജാലങ്ങളുടെ ദയനീയ രോദനവും എല്ലാം കണ്ടും കേട്ടും ഈ വൃദ്ധൻ ഇവിടെ നിൽക്കുന്നു. അവയുടെയെല്ലാം സുവർണകാലം ഓർത്തിരിക്കും ഞാൻ, ഒരു നെടുവീർപ്പോട് മാവച്ചൻ പറഞ്ഞു. ഒരു ജീവിതകാലം പൂർത്തിയാക്കുന്നതിനിടയിൽ എന്തെല്ലാം കാഴ്ചകൾ കണ്ടു തള്ളിവിടണില്ലേ കാക്കച്ചി? നിനക്കറിയോ, നമ്മൾ ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമാവണമെങ്കിൽ ഒരു കൈകൂടി ചേരണം. പാരസ്പര്യത്തോടെ നീങ്ങിയാലേ ലോക നന്മ എന്നും ഉണ്ടാവൂ. ഞാൻ എങ്ങോട്ടും പോകാതെ ഇവിടെ നിന്ന് എല്ലാവരെയും സ്നേഹിക്കുകയും പരമാവധി സഹായിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് കിട്ടിയതോ? നീ എന്നെ നോക്ക്, മണ്ടയില്ലാതെ വെറും ഒരു ശാഖ മാത്രമായി വികൃതമായ എൻ്റെ രൂപം. എന്നിട്ടും അല്പമാത്രമായി ഞാൻ പൂത്ത് പഴം നൽകി എൻ്റെ കർമ്മം ചെയ്യുന്നു. പിന്നെയും എനിക്ക് വേദന തരുന്നു ഈ മനുഷ്യ കോമരങ്ങൾ. ഈ മാഞ്ചോട്ടിലിരുന്ന് കളിച്ച് വളർന്ന പ്രണയികളിൽ ഒന്നിനെ താണജാതി എന്ന് പറഞ്ഞ് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ടു. അതും എൻ്റെ ഒരു ശാഖയിൽ. ഞാൻ കൂടി കൂട്ടുനിന്ന് വളർന്നു വന്ന പ്രേമമായിരുന്നു അവരുടേത്. എൻ്റെ കാക്കച്ചി, അന്ന് ഞാൻ എത്ര കരഞ്ഞെന്നോ. പാവം ആ പെൺകുട്ടി വിഷം കഴിച്ച് മരിച്ചു. അവളെ ദഹിപ്പിക്കാൻ എൻ്റെ തന്നെ ഒരു ശാഖ മുറിച്ചു. അങ്ങനെ ഓരോരുത്തർക്കായി മുറിച്ചതാണ് എൻ്റെ ഓരോ ശാഖയും. മരത്തിനും ഒരു ഹൃദയമുണ്ടെന്ന് ആരറിയാൻ? ഓ, സൗഹൃദത്തിന് വന്ന നിന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞു വിഷമിപ്പിച്ചു. ക്ഷമിക്കുക കാക്കച്ചി. മറന്നുപോയ കാഴ്ചച്ചെപ്പിൻ്റെ മൂടി തുറന്നാൽ അത് തുള്ളി തുളുമ്പിയിരിക്കും. അത് പോട്ടെ, നീ ആ കൊമ്പിലെ പഴുത്ത മാങ്ങ കൊത്തി തിന്നു. എത്ര കാലമായി അത്തരം ദൃശ്യങ്ങൾ കൺകുളിർക്കെ കണ്ടിട്ട്. ഈ മണ്ടപോയവനെ ആർക്കും വേണ്ട. ഉണ്ടാകുന്ന 2-3 മാമ്പഴങ്ങൾ കൊഴിഞ്ഞു വീഴുന്നത് കാണാം. ആരും എടുക്കില്ല. എങ്കിലും എനിക്ക് സന്തോഷമാണ്. പുഴുക്കൾ തിന്നുന്നുണ്ടല്ലോ. എൻ്റെ മാവച്ച. കാക്കശി മാവിൻ്റെ ശാഖയിൽ മുഖം ചേർത്ത് വീങ്ങി. ഈ നന്മ ആരറിയാൻ? അനിർവചനീയമായ ആനന്ദത്തിൽ മാവച്ചൻ ലയിച്ചു നിന്നു. ശുഭം.